ഡിസംബർ ഇതാ തുടങ്ങി. ഇനി കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ക്രിസ്മസ് ഇങ്ങെത്തും. ഗ്രിപ്പ് മേക്കിംഗ് ഒക്കെ എന്തായി? ഞങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം പുതിയ ഒരെണ്ണം തന്നെ തട്ടിക്കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ വെറൈറ്റി പരിപാടിയൊന്നുമല്ല, സാധാരണ തെർമോക്കോളൊക്കെ കൊണ്ടുള്ള സ്ഥിരം ക്ലീശ പരിപാടിയൊക്കെ തന്നെയാണ് ഉണ്ടാക്കണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തെർമോക്കോൾ വെട്ടുമ്പോഴോ അല്ലെങ്കിൽ വെട്ടുന്നത് കാണുമ്പോഴൊക്കെ ഒരു അൺപ്ലസൻറ്റ് ഫീലിംഗ്, ഒരു അസ്വസ്ഥതയൊക്കെ തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിന് മിസോഫോണിയ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിൽ ഇമോഷണൽ കൺട്രോൾ സിസ്റ്റമില്ലേ, അത് ഓവർ ഡ്രൈവ് ആവുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇത്. ഇത്രയും ബുദ്ധിയുള്ള എൻ്റെ ബ്രെയിനിന് ഇങ്ങനെ അബ്നോർമാലിറ്റി ഒക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പേടിക്കണ്ട, വട്ടൊന്നും ആയിരിക്കില്ല. ഇങ്ങനെയുള്ള ചെറിയ അബ്നോർമാലിറ്റി ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പരിപാടി പൊതുവെ രസമായിരുന്നു. നമ്മുടെ ഈ ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് തെർമോക്കോൾ തന്നെയാണ് ലാഭം. ഈ മിസോഫോണിയൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്. ഈ ഇനീഷ്യലി കാണുന്ന പരിപാടിക്കുണ്ടല്ലോ, അത്ര വലിയ സ്കില്ലൊന്നും ആവശ്യമില്ല. നമുക്കൊരു 3 തെർമോക്കോളിൻ്റെ ഷീറ്റ് വേണം, 3-4 ആയിക്കോട്ടെ. ഒരെണ്ണം നമുക്ക് തറ കെട്ടാൻ വേണം, ബാക്കി 2 എണ്ണം നമ്മുടെ ചുമരിനും. ആദ്യം നമുക്ക് ചുമരുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 4ാം ക്ലാസ്സിലൊക്കെ മതിൽ വരയ്ക്കില്ലേ, അതുപോലെ ഇങ്ങനെ കുറേ സ്ക്വയർ വരച്ചിട്ട് കട്ടകൾ വെട്ടി കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയ 2 ചുമരുകൾ 3ാമത്തെ തെർമോക്കോൾ ഷീറ്റിന് മുകളിൽ കുത്തനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം കംപ്ലീറ്റ്. അതായത് നമ്മളിപ്പോൾ ഏതാണ്ട് തറ കെട്ടി കട്ടില വാർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയായ പെയിൻറ് പണി തുടങ്ങാം. ഏറ്റവും സേഫ് ഓപ്ഷൻ ബ്ലാക്കാണ്. ബ്ലാക്കിനെ നമുക്ക് വീണ്ടും കൊളാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് വെച്ച് തുടങ്ങാം. സാധാരണ നമ്മൾ ഈ തേപ്പും വാർപ്പും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ പെയിൻറ് പണി ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ പെയിൻറ് പണി കഴിഞ്ഞിട്ടാണ് തേക്കാൻ തുടങ്ങുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് ഉമ്മായൊക്കെ ചുമരിന് തേച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ യേശുക്രിസ്തുവിൻ്റെ നാട്ടിൽ എന്തായിരുന്നു എന്തോ. എന്തായാലും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് ഈ വാൾ പുട്ടികളപ്പോൾ നമ്മളെന്തിന് വേറെ ഓൾട്ടർനേറ്റീവ്സ് തേടി പോകണം. അങ്ങനെ പുട്ടി വെച്ച് തേച്ച് നമ്മൾ ചുമരൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് ജനലും വാതിലൊക്കെയാണ്. അതിന് പ്രത്യേകിച്ച് ട്വിസ്റ്റൊന്നുമില്ല. പരമ്പരാഗതമായി ഈ ജനലും വാതിലും വേലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീം സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ തനത് ശൈലി ഞങ്ങൾ മാറ്റം വരുത്തില്ല. ഇനി ഉണ്ടാക്കിയ ജനലിനും വാതിലിനും ഒക്കെ ബ്രൗണും ബ്ലാക്കും കളറൊക്കെ അടിച്ചിട്ട് ഒന്ന് ഉഷാറാക്കി കൊടുക്കാം. ജനലും വാതിലൊക്കെ പെയിൻ്റ് അടിച്ച് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി ഏതാണ്ട് കംപ്ലീറ്റ് ആയി. പിന്നെ ഈ ലാസ്റ്റ് കാണുന്ന അലങ്കോലപ്പണിയൊക്കെ ഉള്ളൂ. പക്ഷെ ഈ അലങ്കോലപ്പണിയിലാണ് നമ്മുടെ കാലിത്തൊഴുത്തിൻ്റെ ആത്മാവിരിക്കുന്നത്. സംഭവം നമ്മൾ ഉണ്ടാക്കുന്ന കാലിത്തൊഴുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ടെൻഷൻ വേണ്ട. എന്താണെന്നറിയോ? അതായത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു തെർമോക്കോളിൻ്റെ കഷ്ണം പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഒടിഞ്ഞു പോയി, ഡോണ്ട് വറി. കാരണം നമ്മളൊരു പൊട്ടിപ്പൊളിഞ്ഞ കാലിത്തൊഴുത്താണല്ലോ ഉണ്ടാക്കുന്നത്. ഇതൊന്നും അല്ലാതെ നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കുമ്പം വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? ഈ വലിയ വലിയ ആൾക്കാർ ജനിച്ചതും വളർന്നു വന്നു വലിയ കൊട്ടാരത്തിലോ മണിമാളികയിലോ ഒന്നും അല്ല. യേശുക്രിസ്തു ജനിച്ചത് എവിടെയാണ്? ഒരു കാലിത്തൊഴുത്തിൽ. ശ്രീകൃഷ്ണനോ ജയിലിലാണ് ജനിച്ചത്. ശ്രീരാമനും ശ്രീപുത്രനൊക്കെ കൊട്ടാരത്തിലൊക്കെ തന്നെയാണ് ജനിച്ചത്. പക്ഷെ ശ്രീരാമനെ നോക്ക്, കല്യാണമൊക്കെ കഴിഞ്ഞ ആൾക്ക് കൊട്ടാരമൊക്കെ വിട്ട് കാട്ടിൽ വരെ പോകേണ്ടി വന്നു. ശ്രീപുത്രനും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. വലിയ വലിയ ഫിലോസഫി ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ നമ്മുടെ വീടും ചുറ്റുപാടൊക്കെ കണ്ടിട്ട് വല്ലാണ്ടങ്ങ് വിഷമിക്കുകയോ അല്ലെങ്കിൽ വല്ലാണ്ട് അഹങ്കരിക്കുകയോ ഒന്നും വേണ്ട. അയ്യോ എൻ്റെ വീട് ഭയങ്കര ചെറുതാണല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാനും കൃഷ്ണനും ക്രിസ്തുവൊക്കെ ഒരേ വേവ് ലെങ്ത്താണെന്ന് അങ്ങ് ആലോചിച്ചാൽ മതി. അങ്ങനെ ഫിലോസഫിയൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ തൊഴുത്തിൻ്റെ പരിപാടി ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ടൈൽസും മാർബിളും ഒന്നും വെച്ച് ഓവർ ആക്കാത്തതുകൊണ്ട് നമ്മൾ സേഫാണ്. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മുളക് എന്നൊക്കെ പറയുന്ന പോലെ ആവശ്യത്തിന് മണ്ണ്, ആവശ്യത്തിന് പുല്ല്, ആവശ്യത്തിന് കമ്പൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ക്രിപ്പ് സെറ്റിലെ ആൾക്കാരൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രിപ്പ് മേക്കിംഗ് കംപ്ലീറ്റ് ആയി.